ശാരീരിക വ്യായാമം കുറവുള്ളവരിൽ കോവിഡ് മരണസാധ്യത കൂടുതലെന്ന് പഠന റിപ്പോർട്ട്. പുകവലി, അമിതവണ്ണം, ഹൈപ്പർ ടെൻഷൻ എന്നീ റിസ്ക് ഘടകങ്ങൾക്ക് പുറമെയാണ് വ്യായാമമില്ലായ്മയും കോവിഡ് മരണത്തിന് കാരണമാകുന്നതെന്ന് പഠനം. റിപ്പോർട്ട് ബ്രിട്ടീഷ് ജേണൽ ഓഫ് സ്പോർട്സ് മെഡിസിന്റേത്. ഞാൻ ഹക്കീം പള്ളിക്കുളം, വിന്നർ കരാട്ടെ ക്ലബ് ഡയറക്ടർ, അബുദാബി. നാം ഇപ്പോൾ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലൊക്കെയായി ഒരുപാട് ആളുകൾ കോവിഡ് മൂലവും മറ്റു പല അസുഖങ്ങൾ കാരണമൊക്കെ ആയിട്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മനുഷ്യൻ ജീവിതത്തിൽ നമുക്ക് ഭക്ഷണം, ഉറക്കം, വിശ്രമം എന്ന പോലെ തന്നെ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ശാരീരിക വ്യായാമം. ഈ അവസരത്തിൽ ശാരീരിക വ്യായാമം ആഴ്ചയിൽ 5 ദിവസം അരമണിക്കൂർ വീതം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധ ശേഷി വളരെ അധികമായി കണ്ടുവരുന്നതായിട്ട് പല പഠനങ്ങളും തെളിയിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ്ഗോ സെലോണിയൻ സ്കോട്ട്ലാൻഡ് യൂണിവേഴ്സിറ്റി ഈയിടെയായി വലിയൊരു പഠനം നടത്തുകയുണ്ടായി. കോവിഡ് അതുപോലെ തന്നെ ഇൻഫെക്ഷൻ മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡിസീസുകൾ ഒരളവോളം ഈ ശാരീരിക വ്യായാമം ചെയ്യുന്ന ആളുകളെ ബാധിക്കുന്നില്ല എന്നാണ് അവർ നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നത്. കോവിഡ് പോലത്തെ ഈ വൈറസ് രോഗങ്ങൾ ബാധിച്ച് ഹോസ്പിറ്റലൈസ് ആകുന്ന ആളുകളും അതുപോലെ തന്നെ മരണം സംഭവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വളരെ കുറവ്, 37 മുതൽ 50 വരെ ശതമാനത്തോളം ആളുകൾ കുറവാണ് ഈ വ്യായാമം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ കണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വാക്സിൻ എഫിഷ്യൻസി 50% ഗുണം ചെയ്യുന്നതായിട്ടും വ്യായാമം ചെയ്യുന്നവരിൽ കണ്ടുവരുന്നു. പ്രധാനമായിട്ടും ഇന്ന് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശ്വാസോച്ഛ്വാസ പ്രശ്നങ്ങളാണ്. ഓക്സിജന്റെ കുറവാണ് കണ്ടുവരുന്നത്. ഈ കോവിഡ് ബാധിച്ചവർക്ക് ഏറ്റവും കൂടുതൽ ശ്വാസം എടുക്കാൻ പറ്റാത്ത പ്രശ്നമാണ് കണ്ടുവരുന്നത്. കാരണം നമ്മുടെ ലങ്സ്, നമ്മൾ സാധാരണ ശ്വാസോച്ഛ്വാസം നടത്തുമ്പോൾ വളരെ 1/5 കപ്പാസിറ്റി മാത്രമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നോർമൽ ബ്രീത്തിങ് എന്ന് ചെയ്യുന്ന ഈ നോർമൽ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മുടെ കപ്പാസിറ്റിയുടെ 1/5 ഭാഗം മാത്രമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമയത്ത് കുറച്ച് വ്യായാമം ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് ശ്വാസോച്ഛ്വാസ വ്യായാമം കൂടി, ബ്രീത്തിങ് എക്സസൈസ് കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി, ഓക്സിജൻ ബ്ലഡ് ലെവൽ കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഈ ഡിസീസിൽ നിന്നൊക്കെ നമുക്ക് മാറിയിരിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കുറച്ച് വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ കുറഞ്ഞ സൗകര്യത്തിലും അതുപോലെ തന്നെ ഏത് ശാരീരിക പ്രകൃതിയിലുള്ള ആളുകൾക്കും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന, പതിവാക്കാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു എക്സസൈസാണ്. കാരണം ഈ അവസരത്തിൽ നമുക്ക് പുറത്തു പോകാനോ അല്ലെങ്കിൽ ജിമ്മിൽ പോകാനോ ഒന്നും പറ്റാത്ത സാഹചര്യം നമ്മൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മളുടെ വീട്ടിൽ നമുക്ക് ഒരു ഒഴിഞ്ഞൊരു ഭാഗത്ത് വളരെ കുറഞ്ഞൊരു സൗകര്യത്തിൽ ചെയ്യാവുന്ന കുറച്ച് എക്സസൈസുകളാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ഇതിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാനിതാ ആദ്യം നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ പോകും. ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ലളിതമായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഒരു ശ്വസനക്രിയ അല്ലെങ്കിൽ പ്രാണായാമ എന്നൊക്കെ പറയുന്ന ഒരു ബ്രീതിങ് എക്സസൈസ് ആണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ എക്സസൈസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം നമ്മുടെ ഒരു ബ്രീതിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ബ്രീതിങ് എക്സസൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ബ്രീതിങ് എക്സസൈസ് കാണിക്കാൻ പോകുന്നു. അപ്പോൾ
ആദ്യം നമ്മളെ ഒരു മൂക്കിന്റെ ദ്വാരം അടച്ചു പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മറ്റേ ദ്വാരത്തിലൂടെ ബ്രീത്ത് അകത്തേക്ക് എടുക്കണം. അത് വളരെ സമയമെടുത്ത് സാവധാനം ദീർഘമായിട്ട് ശ്വാസം എടുക്കണം. ഓക്കെ, ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനിപ്പോ ആദ്യം ഒരു മൂക്കിലൂടെ ബ്രീത്ത് ഫുള്ളായിട്ട് ദീർഘസമയം കൊണ്ട് ശ്വാസം എടുത്തു. എന്നിട്ട് മറ്റേ മൂക്ക് ദ്വാരത്തിലൂടെ ആ ബ്രീത്ത് അധികവും നമ്മൾ പുറത്തു വിട്ടു. എന്നിട്ട് ആ പുറത്തു വിട്ട അതേ ദ്വാരത്തിലൂടെ വീണ്ടും ഞാൻ ശ്വാസം എടുത്തു. പിന്നെ അപ്പുറത്തെ ദ്വാരത്തിലൂടെ അത് പുറത്തേക്ക് വിട്ടു. ഈ പ്രക്രിയ ഒരു 3 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇതാണ് ആദ്യം നമുക്ക് ചെയ്യേണ്ട ഒരു ബ്രീതിങ് എക്സസൈസ്. ഇനി നമുക്കൊരു സ്ട്രെച്ചിങ് എക്സസൈസിലൂടെ നമുക്കൊരു ബ്രീതിങ് വിത്ത് സ്ട്രെച്ചിങ് എക്സസൈസിലൂടെ മറ്റ് എക്സസൈസിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ ആദ്യം കാണിക്കാം. നമ്മുടെ കാലുകളൊന്ന് ചേർത്ത് വെച്ച് നമ്മളൊരു ബാലൻസ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മുടെ കാലുകൾ നടുത്ത് വെച്ച് നിൽക്കാം. എന്നിട്ട് 2 കൈകളും ചേർത്ത് വെച്ച് ബ്രീത്ത് ശ്വാസം എടുക്കാൻ, ഉള്ളിലേക്ക് ശ്വാസം എടുത്തിട്ട് എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് കൊടുക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പോകുക. അതിന്റെ ശ്വാസം വിട്ടുകൊണ്ട് കൈ രണ്ടും താഴ്ത്തുക. അപ്പൊ ശരീരത്തിന് ഒട്ടും ബലം കൊടുക്കാതെയാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത്. ഓക്കെ, വീണ്ടും ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്ത് മുന്നോട്ട് കുനിയുക. ഇനി ബ്രീത്ത് വിട്ടുകൊണ്ട് കൈ രണ്ടും താഴ്ത്തുക. ഇതൊരു 4 തവണ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ നെർവ്സുകളൊക്കെ, നമ്മുടെ ഞരമ്പുകളും പേശികളൊക്കെ ഒന്ന് വളരും. നമ്മുടെ ബാക്കി എക്സസൈസുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പര്യാപ്തമാവും. ഓക്കെ, ഇനി നമ്മൾ കണ്ണു മുതൽ കാൽപാദം വരെയുള്ള ബോഡി ജോയിന്റ്സിനെ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം കണ്ണുകൊണ്ട് തുറന്ന് പിടിച്ച് മുഖം നേരെ വെച്ച് മേലോട്ടും താഴോട്ടും നോക്കുക. ഓക്കെ, 1 2 3 4. ഇതൊരു 10-16 തവണ റിപ്പീറ്റ് ചെയ്യുക. മേലോട്ടും താഴോട്ടും നോക്കുക. കണ്ണ് തുറന്ന് പിടിച്ച് മേലോട്ടും താഴോട്ടും നോക്കുക. ഓക്കെ, ഇനി ലെഫ്റ്റ് റൈറ്റ് 1 2 3 4. ഇത് റിപ്പീറ്റ് ചെയ്യുക. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മൾ കണ്ണ് തുറന്ന് പിടിച്ച് നമ്മളെ വലത് ഭാഗത്തോട്ട് നോക്കുക, തല തിരിക്കാതെ. ഇടതുവശത്തോട്ട് നോക്കുക, തല തിരിക്കാതെ. ഓക്കെ, അങ്ങനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കണ്ണ് തുറന്ന് പിടിച്ച് എക്സസൈസ് ചെയ്യാം. എന്നിട്ട് ഒരു അല്പസമയം, അതൊരു 16 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്ന് കണ്ണടച്ചിരിക്കും. ഓക്കെ, എന്നിട്ട് തുറക്കാം. ഇനി നമുക്ക് നെക്ക്, ഷോൾഡർ, റിസ്റ്റ്, എൽബോ, അങ്ങനെ എല്ലാ ബോഡി ജോയിന്റ്സിനുള്ള എക്സസൈസുകൾ ചെയ്യാം. ഓക്കെ, ആദ്യം നെക്ക് 1 2 3 4. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. 1 2 3 4. ഓക്കെ, നെക്സ്റ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് 1 2 3 4. ഓക്കെ, ഇപ്പോൾ നെക്ക് ചെയ്തു. ഇനി നമ്മൾ ആദ്യം ഫിംഗർ ജസ്റ്റ് ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. എല്ലാ ഫിംഗർ ജോയിന്റ്സിനെയും ടച്ച് ചെയ്തിട്ട് ഓക്കെ മടക്കുക, നിവർത്തുക. 1 2. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ 10 തവണ. എന്നിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് ആണ് 1 ഫിസ്റ്റ് സ്റ്റെപ്പ് 2 3 4. ഇനി ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യും 1 2
4. Opposite 1, 2, 3, 4. Okay? In the elbow, just 1, 2, 3, 4. Okay. In our shoulder, 1, 2, 3, 4. Okay? Repeat. 1, 2, 3, 4. Okay? In our shoulder, opposite shoulder touch here. 1, 2, 3, and 4. Okay? This is going to rotate here. 1, 2, 3, 4, 5. Backward. 1, 2, 3, 4, 5. Okay? നമ്മുടെ കൈ, ഫിംഗേഴ്സ്, റിസ്റ്റ്, എൽബോ, ഷോൾഡർ ഈ എല്ലാ ഭാഗത്തും നമ്മൾ എക്സസൈസ് ചെയ്യും. ഇനി നമ്മൾ ഫുൾ ബോഡി സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാൻ പോവാം. ഓക്കെ? രണ്ട് കാല് അകത്തി വെച്ച് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ ബാലൻസ് ചെയ്ത് നിന്നതിന് ശേഷം ഒരു സൈഡിലേക്ക് നമ്മുടെ ബോഡി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. 1, okay, 2, 3, 4. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്യാം. അതിനടുത്തത് രണ്ട് കൈ ലിഫ്റ്റ് ചെയ്തിട്ട് ആംഗിൾ വൈസ് ടച്ച് ചെയ്യാം. നമ്മുടെ നെറ്റി കാൽമുട്ടിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, 1, 2, 3, 4. ഇത് അത്ര എത്തിയില്ലെങ്കിലും നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇനി ഫോർവേഡ് സ്ട്രെച്ചിങ്. 1, മുന്നോട്ട് 2, 3. ഓക്കെ, ഇനി മുന്നോട്ട് പിടിച്ച് ഇനി ബാക്ക്വേർഡ് സ്ട്രെച്ച് ചെയ്യാം. ഒന്ന് ഹിപ്പിന് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ നേരെ പിടിച്ചിട്ടോ ഇങ്ങനെയാവാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ 1, 2, 3. നമുക്ക് നമ്മൾ ക്രമാതീതമായുള്ള രീതിയിൽ ബ്രീത്തിങ് ഒക്കെ കൊടുക്കണം. നമുക്ക് ഒന്ന് ചെയ്യുമ്പോൾ ബ്രീത്തിങ് ഔട്ട് അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പ്രയാസമില്ലാത്ത രീതിയിൽ ബ്രീത്ത് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ ബാക്ക്വേർഡ്, ഫ്രണ്ട്, സൈഡ്, ആംഗിൾ, ബോഡി സ്ട്രെച്ച് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ത്രികോണാസനം നമ്മുടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. 1, 2, 3, 4, 5, 6. ഇതൊരു 20-30 തവണയൊക്കെ ഈ ട്വിസ്റ്റിംഗ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് ഒന്ന് നേരെ നിന്നിട്ട് വീണ്ടും ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ട്വിസ്റ്റ് ചെയ്യാം. 1, 2, 3, 4, 5, 6. ഓക്കെ, അതിനുശേഷം സിറ്റപ്പ് ചെയ്യും. കാൽമുട്ടിന് നമ്മുടെ ഹിപ്പിന് പരമാവധി ചെയ്യാവുന്ന കുറച്ച് എക്സസൈസ് നമ്മൾ ചെയ്തു വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? കൈ നേരെ പിടിച്ച് നമ്മളൊന്ന് ഇരുന്നിരിക്കുക. 1, 2, 3, 4. ഓക്കെ, അത് കഴിഞ്ഞ് ഒന്ന് സൈഡിലേക്ക് കാൽമുട്ടിനെ സ്ട്രെച്ച് ചെയ്ത് നോക്കാം. നമുക്ക് നേരെ നിന്നിട്ട് 1, okay, 2, 3, 4. ഓക്കെ, ഇത് ചെയ്തതിനു ശേഷം ഇനി നമുക്ക് ഹീല് ചെയ്യാൻ പല രീതിയിൽ ചെയ്യാം. ഞാൻ ആദ്യം കൂടുതൽ അതിന്റെ സ്ട്രെച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. നേരെ ഹീലൊന്ന് ലിഫ്റ്റ് ചെയ്യാം. 1. ഓക്കെ, ഇനി ടോസ് 2. ഓക്കെ, 3, 4, 5, 6. ഇതൊരു 10-12 തവണ റിപ്പീറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ഫുൾ റൊട്ടേഷൻ ചെയ്യണം. 1, 2, 3, 4. ഇത് തിരിച്ച് 1, 2, 3, 4.
Okay, other leg. Rotation 1, 2, 3, 4. Okay, opposite 1, 2, 3, 4. Okay, ഇപ്പൊ നമ്മള് കണ്ണ് മുതൽ പാദം വരെ എല്ലാ ബോഡി പാർട്സിനെയും ബോഡി ജോയിന്റ്സിനെയും ടച്ച് ചെയ്തിട്ടുള്ള എക്സസൈസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വാമപ്പ് ചെയ്യാം. നമുക്കൊന്ന് ബോഡി വേർക്കാനും കൂടുതൽ ഒരു വർക്കൗട്ട് എടുക്കാനും വേണ്ടി കുറച്ച് ജമ്പിങ് എക്സസൈസ് ചെയ്യാം. അത് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് സമയം നടക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയം ജോഗ് ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ച് ജമ്പിങ് എക്സസൈസുകൾ ചെയ്യാം. നമ്മളെ ആ ചുരുങ്ങിയ പ്രദേശത്തിൽ നമുക്ക് ചെയ്യാവുന്ന എക്സസൈസ് ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ 1, 2, 3, 4. അത് റിവേഴ്സ് 1, 2, 3, 4. Rise 1, 2, 3, 4. And 1, 2, 3, 4. Okay? അത് കഴിഞ്ഞ് നമുക്കൊന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. കുറച്ച് ലോങ് ബ്രീത്ത് എടുക്കാം. ഇൻ, ഔട്ട്. ശക്തമായ ബ്രീത്ത് ഇൻ ചെയ്യുക, ഔട്ട് ചെയ്യുക. ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്. ഓക്കെ, ഇനി കുറച്ച് സ്കിപ്പിംഗ് ചെയ്യുക. ഒക്കെ ചെയ്യാം. 1, 2, 3, 4. ഇനി ഫ്രണ്ട് ആൻഡ് ബാക്ക്. 1, 2, 3. ലെഫ്റ്റ് ആയിട്ട് 1, 2, 3, 4. ഇനി അതുകഴിഞ്ഞ് ഒരു ജമ്പ് ആൻഡ് ജാക്സ് ചെയ്യാം. 1, 2, 3, 4. ഇനി കഴിഞ്ഞ് 1, 2, 3, 4. ഇതൊരു 5ഓ 10ഓ 15ഓ നിങ്ങൾക്ക് കഴിയുന്നത്ര ഈ ബോഡി വാമപ്പ് എക്സസൈസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് തറയിൽ നിവർന്ന് കിടന്ന് വിശ്രമിക്കാം. ഓക്കെ, ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസ് ആണ് ഇപ്പൊ കാണിച്ചത്. ഓക്കെ, താങ്ക് യു.